ഇവിടെ 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 സാധാരണ സിനിമയുടെ മുമ്പ് നടന്മാർ ഇതില് ഫാൻസിന്റെ ഇത് കാണിക്കും. ബിജാന്റെ ഒപ്പം കാണിക്കുന്നത് ബിജ്മാൻ ആൻഡ് ലവേഴ്സ്, ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്നാണ് ശരിക്കും വിശേഷിപ്പിക്കുന്നത്. പണ്ടൊരു സമയത്ത് പിടിച്ചതൊക്കെ കോമഡി പടങ്ങളാണ് മീറ്റർ, പിന്നെ ട്രാക്ക് പതുക്കെ മാറ്റി. അതെന്തുകൊണ്ട് ബോധപൂർവ്വമുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ എത്തിയേക്കുന്നത് ഒരു മാസ്റ്റർ ഡയറക്ടർ ഇതിലാ. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം ഉള്ളത്? പിന്നെ ഈ ട്രാക്ക് പിടിച്ചേക്കുന്നത് ബോധപൂർവ്വമാണോ? ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല നമ്മള്. ആദ്യം ഞാൻ ചെയ്യുന്നത്, നമുക്ക് സിനിമയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ, നമ്മള് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. പിന്നെ ബെറ്റർമെന്റിനെ നമ്മൾ ആഗ്രഹിക്കില്ല ഓരോ ക്യാരക്ടേഴ്സ്, ആ സമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കൊരു ആർട്ടിസ്റ്റാണ്, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സെർച്ച് ചെയ്യും. നമുക്ക് വരുന്ന അങ്ങനെ ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞ ഈ മാറ്റങ്ങൾ, ഇപ്പോൾ കോമഡി ആണെങ്കിൽ തന്നെ ഒരു സീസണിൽ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കോമഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ആൾക്കാർക്ക്. പിന്നെ മേരിക്കൊട്ടൊരു കുഞ്ഞാടുന്നൊരു സിനിമയിൽ ഹ്യൂമർ എങ്ങനെ എവിടെ ഒരു ആ ഷെല്ല് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് അങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ വെള്ളിമോഗ് കഴിഞ്ഞപ്പോൾ വെള്ളിമോഗ് ലൈൻ തന്നെയായിരുന്നു കുറെ. നമ്മൾ ഇന്ന് മാറാൻ നോക്കും. പിന്നെ നമുക്ക് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജിത്തുവിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജിത്തുവിന്റെ മറ്റു സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഗീരായിട്ട് കണ്ടുള്ള സിനിമകൾ. പിന്നെ ജിത്തുവിന് അതിൻ്റെ ഒരു ക്രാഫ്റ്റ്, അത് ഇത്തരം സിനിമകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ മേഖല മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ സേഫ് സോൺ പിടിക്കുക എന്ന് പറയില്ല, ആ രീതിയിൽ ജിത്തുവിന്റെ മൂവിയാണ്.